ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതിസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു മുട്ടക്കറി തയ്യാറാക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെറും 2 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം മുട്ടക്കറിക്ക് മുട്ട വേണമല്ലോ. അപ്പം മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് പോവുകയാണ്. മുട്ടയൊക്കെ എല്ലാവർക്കും പുഴുങ്ങാൻ അറിയാം, പക്ഷേ ഞാനിപ്പോൾ ഇന്നിപ്പോൾ മുട്ട പുഴുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങുന്നത്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈസിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് നമ്മൾ മുട്ട വേവിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഈസിയാണ് നമുക്ക് കുക്കറിൽ മുട്ട വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 4 മുട്ടയോ അല്ലെങ്കിൽ 8 മുട്ടയോ 10 മുട്ടയോ എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 4 മുട്ട ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യത്തിന് ആ ഒരു മുട്ട അതായത് മുട്ട താന്ന് കിടക്കുന്ന പരുവത്തിൽ ഉള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിലാണ് വേണ്ടത്. അപ്പോൾ ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 സവാള അതിൽ നടുക്കൂടെ കീറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം സവാള നമുക്ക് എല്ലാവർക്കും അരിഞ്ഞെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനിന്ന് ചോപ്പറിലാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ ഞാനിതൊരു ഓരോ കഷ്ണം 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലൊരു വെജിറ്റബിൾ ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം എന്ത് വെജിറ്റബിൾസ് നമുക്കിതിനകത്ത് തോരൻ്റെ പരുവത്തിലൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പകുതി പോർഷൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്ക് പ്രസ് ചെയ്തെന്നാണെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. പൊതുവേ എല്ലാവർക്കും സവാളയൊക്കെ അരിയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോഴത്തേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ചും കൂടെ ഇത്രയും ഭാഗം കൂടെ നമുക്കിനി ചോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. നേരത്തെ ചെയ്തതുപോലെ നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാനത് ചീര, അതുപോലെ ക്യാബേജ്, ബ്രക്കോളി, അങ്ങനെ ഒരുവിധപ്പെട്ട ബീൻസ് എല്ലാം ഞാൻ ഇതിനകത്ത് ചോപ്പ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു കുക്കർ എടുക്കാം. ഇനി മുട്ടക്കറി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല കേട്ടോ. വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാനൊരു 2 മിനിറ്റ് ആ സവാളയുടെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ്, അതിൽ കൂടുതൽ ഞാൻ വഴട്ടത്തില്ല. ആ എണ്ണയിലൊന്ന് വഴട്ടും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിതിലേക്ക് പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും കൂടെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എന്ന അളവിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. കാരണം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പൊടിയുടെ പച്ച ടേസ്റ്റ് കറിക്കുണ്ടാകും. അതേസമയം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് വരത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ കുക്കർ അടയ്ക്കുവാണ്. ഇത്രയും പരിപാടിയുള്ളൂ, ബാക്കി എല്ലാ പരിപാടിയും കുക്കർ ചെയ്തോളൂ. ഇനി നമുക്കൊരു 8 വിസിലാണ് ആവശ്യമുള്ളത്. കുറച്ച് തീയിൽ 8 വിസിൽ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ 2-3 വിസിലൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വേവും, പക്ഷേ ചിലപ്പോൾ ഒരു പച്ച സ്മെല്ല് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 8 വിസിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് വരത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ട് 8 വിസിലടുപ്പിക്കുക. അതേ നമ്മുടെ
കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. നമുക്ക് കറി എത്ര വേണം അതിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ പുഴുങ്ങി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കുക്കറിൽ പുഴുങ്ങിയെടുത്താണ് നല്ല ഫൈനായിട്ട് കെട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ നമ്മൾ പൊളിക്കുന്ന സമയത്തൊക്കെ പൊട്ടി ഒക്കെ പോകും. ഇതിപ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല, കുക്കറിൽ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുപാലോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ പശുപാലും ചില സമയത്ത് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി എത്രയാണോ നമുക്ക് കറിയുടെ പരുവം വേണ്ടതെന്നനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് തിളപ്പിച്ച് കൊടുത്താൽ മതി. തിളപ്പിച്ച് ഇച്ചിരി ഒന്നും നിങ്ങൾക്ക് വറ്റിക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുറുകി കിട്ടും. അപ്പം ഞാൻ ഈ ഇച്ചിരി നേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുക്കി കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവുള്ളതായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ലേശം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എണ്ണയും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞ് നമുക്ക് കിട്ടും. എന്നാൽ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. നിങ്ങളത് ഒഴിച്ച സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് അളവിൽ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം കുക്കർ ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുമല്ലോ, അതുകൊണ്ടാണ് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. വളരെ കുറച്ചളവിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എണ്ണയൊന്നും ഒരുപാട് വേണ്ടാത്തവർക്ക് ഞാനിപ്പോൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഏത് സെർവിങ് ബൗളിലേക്കാണോ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ കണ്ടോ, നല്ല രീതിയിൽ നെയ്യും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഞാൻ പല പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എളുപ്പമായതുകൊണ്ട് ഇപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് നേരം സവാളയൊന്നും വഴറ്റി സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക. പെരിയ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട്